സമയത്ത് ഈ പെയിൻറ്റിങ്ങും ഒക്കെ അങ്ങ് തലക്ക് പിടിച്ച അവസ്ഥയായിരുന്നു. കിട്ടുന്ന എല്ലാ സമയത്തും എൻ്റെ പരിപാടി ഈ ബ്രഷും പിടിച്ച് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഏതോ ഒരു ലോകത്തായി പോയി. ഇപ്പം കാണിക്കുന്നതല്ല, ഞാൻ പണ്ട് ചെയ്തു വെച്ചാണ്. ഇപ്പം എനിക്കൊരു പൂ പോലും ശരിക്കും വരയ്ക്കാനറിയില്ല. അതാ സത്യം. എന്താ പറയുക, ആ ഒരു ബ്രേക്കിൻ്റെ ടൈമിൽ ഞാൻ ആ ഭാഗത്ത് പോലും തിരിച്ചു നോക്കിയില്ലാന്ന്. പക്ഷെ ഞാൻ അന്നും വരക്കുമ്പോൾ രാധയെ വരക്കാൻ പോയാൽ സീതയാവുമെന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ വെക്കേഷൻ കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാ. ഫുള്ള് പൊടിയായി നിറഞ്ഞിനി. ഓഫ്, ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെയാണ് വരച്ചതെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം എനിക്ക് ഇതിൻ്റെ ABCD അറിയില്ലാന്ന്. എന്താല്ലേ, അന്ന് ഞാൻ കിട്ടുന്ന ടൈം മൊത്തം ഇതിനു വേണ്ടി ഇരിക്കുകയായിരുന്നു. ഏത് സമയത്തായാലും എൻ്റെ പണി ഇത് തന്നെ. ഹാ, അന്ന് ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡായിരുന്നു. ഇപ്പം ആ ക്രിയേറ്റീവ് പോലും എൻ്റെ അടുത്തേക്ക് വരാത്ത അവസ്ഥയായിട്ടോ. പിന്നെ ഒരു സമയത്ത് ബോട്ടിലായിട്ടൊക്കെ കത്തിക്കയറിയ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കിട്ടുന്ന നല്ല നല്ല ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കും. അതിൽ കുറേ എണ്ണം വരച്ചിട്ടുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെച്ച ബോട്ടിലാണ് നിങ്ങളീ കാണുന്നത്. പണ്ടത്തെ ഒരു കലാവിരുതേ തീർന്നില്ല. സ്കൂൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ സമയത്ത് ഞാൻ ആ ഫാബ്രിക് പെയിൻറ്റിന് പേര് കൊടുത്തിരുന്നു. അപ്പം വരച്ച് പിടിച്ച സാധനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അന്ന് ഇവിടെ തിരിഞ്ഞാലും ഇതന്നെ അവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ച കുറേ പിസ്താശെല്ലാം കിട്ടി. ഇതൊന്നുമല്ല, ഇങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇതല്ല എന്തെന്ന്. അപ്പം ശരി.